ഇപ്പൊ നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യമാണ്. അതായത് ഒരു ലോ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 20 lakhs-ന്റെ ഉള്ളിലൊക്കെ മോസ്റ്റ് റിലയബിൾ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു BMW കാർ ഏതാണ് നിങ്ങൾ സജസ്റ്റ് ചെയ്യുക? അത് BMW N40 അല്ലാത്ത B47 എഞ്ചിൻ ഉണ്ട്. അതിൽ 3 series ആണെങ്കിലും 5 series ആണെങ്കിലും കുറച്ചുകൂടെ ഒരു റിലയബിൾ ആണ്. N47 എഞ്ചിൻ ആകുമ്പോൾ ഒരുപാട് ഇഷ്യൂസ് വരുന്നത് നമ്മൾ സഡൻ കൊടുക്കുമ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ് പൊട്ടി പോകുന്ന ഒരു കംപ്ലൈൻറ്റ് കോമൺ ആണ്. അത് 5 സീരീസിലാണ് കൂടുതലായിട്ട് കാണുന്നത്. നമുക്ക് തന്നെ ഒരു 4-5 വണ്ടികൾ കിട്ടിയിട്ടുണ്ട്. കുറച്ചുകൂടെ ഒരു മൈലേജ് വെച്ച് നോക്കുകയാണെങ്കിലൊക്കെ B47 എഞ്ചിനാണ്. അതൊരു നല്ല അതർ സ്റ്റേറ്റ് വണ്ടികളാണെങ്കിലും കേരള വണ്ടികളാണെങ്കിലും ഒരു 2016 ഓൺവേർഡ്സ് ആണ് B47 എഞ്ചിൻ മാറിയിരിക്കുന്നത്. ആ ടൈപ്പ് എഞ്ചിനുള്ള വണ്ടികളൊക്കെ നല്ല വണ്ടി കിട്ടാനുണ്ട്. അതെ, ഏകദേശം ഇത് കറക്റ്റ്. നമ്മളിപ്പോൾ ഇതിന്റെ ടെക്നിക്കൽ ടൈം W212 എന്നൊക്കെ പറയുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പൊ അത് ഏത് കൊല്ലം മുതൽ ഏത് കൊല്ലം വരെ ഇറങ്ങിയ ഒരു 530 ആണോ 520 ആണോ അല്ലെങ്കിൽ 3 സീരീസിൽ ഏതാണ് അങ്ങനെ ഒന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കൊടുക്കാം. 2016-15 തൊട്ടാണ് എഞ്ചിൻ മാറ്റം വന്നിരിക്കുന്നത് BMW. 3 സീരീസിലാണെങ്കിലും 5 സീരീസിലാണെങ്കിലും. അപ്പോൾ ആ ടൈപ്പ് എഞ്ചിൻ പറയുന്നതാണ് B47 എഞ്ചിൻ. അതിന് മുന്നേ ഉള്ളതൊക്കെ N47 ആണ്. കുറച്ചുകൂടെ നല്ലൊരു എഞ്ചിൻ B47 ആണ്. അതായത് അതിനുശേഷം 2016 ഓൺവേർഡ്സ് എല്ലാം ഇപ്പോൾ പുതിയ വണ്ടികളൊക്കെ B47 ആണ് വരുന്നത്. പെട്രോൾ അനുസരിച്ച് മാറ്റം ഉണ്ടാവും. ഡീസലാണ് B47 പറഞ്ഞത്. അപ്പോൾ ഇത് 5 സീരീസ് ആണോ റെക്കമെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ 3 സീരീസ് ആണോ? 3 സീരീസ് ആണ് കുറച്ചുകൂടെ ഒരു 3 സീരീസിൽ ഏറ്റവും ബെസ്റ്റ് റിലയബിൾ ആയിട്ടുള്ളത് ഏതാണ്? 320D ആണ്. 320D ആണ്. ഡീസലാണെങ്കിലും കുഴപ്പമില്ല. ഡീസലാണെങ്കിലും ഒരു 18 ഒക്കെ കൂളായിട്ട് മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ലോങ് പോകുമ്പോൾ അതിൽ കൂടുതൽ കിട്ടും. പിന്നെ എല്ലാം നമ്മൾ ഡ്രൈവിംഗ് പ്രൊഫൈൽ അനുസരിച്ച് എല്ലാം നമ്മളെ കയ്യിൽ പോലെ ഉണ്ടാവും ശരിക്കും. ബാക്കിയുള്ളതൊക്കെ ലക്ഷറിയിൽ സാധാരണ മൈലേജ് കുറവാണെന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട് എല്ലാവർക്കും. അത് ആൾക്കാരുടെ ഒരു മിത്താണ്. അയ്യോ അത് പെട്രോൾ അടിച്ചിട്ട് സൈഡാവും അല്ലെങ്കിൽ എണ്ണ അടിച്ച് കീശ കീറുന്നൊക്കെ പറയും. എന്താണ് ശരിക്കുള്ളത്? നമ്മളൊരു BMW കിട്ടുന്ന മൈലേജ് എന്ന് പറയുന്നത് നമ്മൾ പ്രഷർക്ക് മനസ്സിലാവും. ഡീസൽ വണ്ടികളാണ് ഇവിടെ കൂടുതൽ കാണാറുള്ളത്. ഡീസൽ വണ്ടികൾക്ക് എങ്ങനെയായാലും ഒരു സിറ്റിയിലൊക്കെ ആണെങ്കിൽ ഒരു 13 above എന്തായാലും കിട്ടും. ലോങ് പോകുകയാണെങ്കിൽ 18 above എന്തായാലും കിട്ടും.